പഠനം എന്ന പ്രശ്നം എന്നതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയുന്നത്. സ്കൂളിൽ പഠിച്ചതെല്ലാം മറന്നു പോയാലും മനുഷ്യന്റെ മനസ്സിൽ അവശേഷിച്ച് കിടക്കുന്നത് എന്തോ അതാണ് ശരിയായ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നല്ല കഴിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക്, അതായത് വിദ്യാർത്ഥിയുടെ തലയിലേക്ക് വസ്തുക്കളോ അതുപോലെ തന്നെ വിവരണങ്ങളോ കൊടുക്കുന്നതല്ല യഥാർത്ഥ പഠനം. നേരെ മറിച്ച് അവർക്ക് സ്വയം ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള സഹായം ചെയ്തു കൊടുക്കലുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പ്രശ്നമുണ്ടാകും. അത് ലേണിംഗ് ഡിസബിലിറ്റി എന്നാണ് അതിന് പറയുന്നത്. ഇത് ബുദ്ധിയില്ലായ്മ കൊണ്ടല്ല, അത് പഠനത്തിലുള്ളൊരു ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത്. 3 തരത്തില് പ്രശ്നമുള്ള കുട്ടികളുണ്ട്: ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ. ഈ 3 തരത്തില് പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഈ ഡിസ്ലെക്സിയ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ചില കുട്ടികൾക്ക് വായിക്കാനും എഴുതാനുള്ള ബുദ്ധിമുട്ട്, അക്ഷരങ്ങള് തിരിച്ച് എഴുതല്, അതുപോലെ തന്നെ അവർക്കിപ്പോ ചെയ്യുന്ന കാര്യങ്ങളിൽ, അതായത് ശ്രദ്ധ ഇല്ലാതിരിക്കല്. ഇപ്പൊ ഒരു കാര്യം നമ്മളിപ്പോ എഴുതുകയാണ്, ആ എഴുതുന്ന ടൈമിൽ അവർക്ക് അത് പെട്ടെന്ന് മറന്നു പോവുക, വാക്കുകൾ തെറ്റായി വായിക്കുക, പതുക്കെ പതുക്കെ വായിക്കുക, അതുപോലെ ഇവർക്ക് ഒന്നും ചെയ്യാൻ തോന്നാതെ വരിക. ഇതൊക്കെ ഡിസ്ലെക്സിയ ഉള്ളത് കൊണ്ടാണ്. ഇനി ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികൾ എങ്ങനെയെന്നുള്ളത് നോക്കാം നമുക്ക്. ഇവർക്ക് നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ തെന്നി പോകുക, പന്തൊന്നും നേരെ പിടിക്കാൻ കഴിവില്ലാതെ വരിക, അതുപോലെ തന്നെ ഇവർക്കിപ്പോ അതായത് വൃത്തിയില്ലാതെ എഴുതുക, പെട്ടെന്ന് വായിക്കുക, പറയുന്നതൊന്നും മനസ്സിലാവാതെ വരിക. അതുപോലെ തന്നെ പുതിയ പ്രവർത്തനങ്ങള് വേഗത്തിലൊന്നും ഇവരിത് പഠിക്കില്ല. പുതിയ കാര്യങ്ങളൊന്നും വേഗത്തിൽ പഠിക്കൂല. ഇവർക്ക് കുറെ സമയം എടുത്താലും ഇവർക്കിത് തലയിലേക്ക് കയറുകയുമില്ല. അവരുടെ ബ്രെയിനിലേക്ക് ഈ സംഭവങ്ങളൊന്നും, ഒരു പഠിച്ച കാര്യങ്ങളൊന്നും ഇവർക്ക് നിൽക്കില്ല. കുറെ നേരം നിൽക്കുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതൊരു ഡിസ്പ്രാക്സിയ ഉള്ള കുഞ്ഞുങ്ങളിൽ കാണുന്ന പ്രശ്നമാണ് ഇത്. അടുത്തത് പറയുന്നത് ഡിസ്കാൽക്കുലിയ. ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഒക്കെ വയ്ക്കാത്ത കുട്ടികൾ, അതായത് ഗുണനം ഇപ്പൊ ഹരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് വയ്ക്കില്ല, പെട്ടെന്ന് കൂട്ടാനൊന്നും വയ്ക്കില്ല. അതുപോലെ കാൽക്കുലേഷനിൽ പ്രോബ്ലംസ് വരിക, അവർക്ക് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ വയ്ക്കാതെ വരിക, പ്രോബ്ലം സോൾവിംഗ് ഒന്നും ചെയ്യാതെ വരിക, ഇങ്ങനെയുള്ളതൊക്കെ ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളാണ്.